മുനമ്പം ഈ വഖഫ് സമരത്തിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മുനമ്പത്ത് നിന്ന് വലിയ വാർത്തയാവാത്ത ഒരു സംഭവം ഇന്നുണ്ടായിരിക്കുന്നു. മുനമ്പത്ത് നിന്ന് 27 ബംഗ്ലാദേശികളെ പിടികൂടി. ബംഗ്ലാദേശികൾ മുനമ്പത്ത് എങ്ങനെ വന്നു പെട്ടു എന്നുള്ളത് വല്ലാത്ത ദുരൂഹമാണ്. കാരണം കുറേ കാലമായിട്ട് വഖഫിൻ്റെ പേരിൽ മുനമ്പത്തെ ആളുകളെ ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതി കേസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരാണല്ലോ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇസ്ലാമിക സംഘടനകളുടെ, രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ ദുരൂഹമായ ചില ദേശവിരുദ്ധ താല്പര്യങ്ങളുണ്ടെന്ന് പണ്ടേ സംശയിക്കുന്നുണ്ടായിരുന്നു. അതായത് 2019 ജനുവരി 12 ഒരു ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഇൻ്റർപോളിൻ്റെ അടുത്ത് വരെ എത്തിയ ഒരു സംഭവം ഉണ്ടായി. മുനമ്പത്ത് നിന്ന് 87 പേർ ദയാമാത എന്ന് പറയുന്ന ഒരു ബോട്ടിൽ കയറിപ്പോയി. എങ്ങോട്ട് പോയെന്നറിയത്തില്ല. അവർ അൾജീരിയയിൽ നിന്ന് ചില കോളുകൾ വന്നു എന്ന് പറയുന്നു, ഓസ്ട്രേലിയയ്ക്ക് പോയി എന്ന് പറയുന്നത് കേട്ടു. എവിടെയാണെന്നറിയില്ല. അപ്പോൾ മുനമ്പത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലൊരു 19 ബാഗുകൾ, ഭക്ഷ്യ വസ്തുക്കളടങ്ങിയ ബാഗുകൾ കിട്ടി. കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറേ ബാഗുകൾ വേറെ കിട്ടി, 19 ബാഗുകൾ കിട്ടി. അങ്ങനെ ഈ ബാഗുകളൊക്കെ സമുദ്രതീരത്ത് എങ്ങനെ വന്നു എന്നുള്ള അന്വേഷണത്തിലാണ് 87 പേർ. ശ്രീകാന്തൻ എന്ന് പറയുന്ന ഒരു ശ്രീലങ്കക്കാരൻ, കൊച്ചി സ്വദേശിയായ ജിബിൻ ആൻ്റണിക്ക് 1,02,00,000 രൂപ കൊടുത്തു വാങ്ങിയ ദയാമാത എന്ന ബോട്ട്, അത് പിന്നീട് രജിസ്ട്രേഷനൊക്കെ മാറ്റി, ആ ബോട്ടിൽ കയറി മനുഷ്യക്കടത്ത് നടത്തി കുട്ടികളും സ്ത്രീകളും അടക്കം 87 പേരെ കൊണ്ടുപോയി. അവരെ കടലെടുത്ത് കൊണ്ടുപോയി. പിന്നെ എവിടെയാണെന്നറിയില്ല. അപ്പം അത് കൂടാതെ ഒരു പാകിസ്ഥാൻ ബോട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മുനമ്പം മാലിന്യങ്കര മേഖലയിൽ നിന്ന് പിടികൂടിയിരുന്നു. മത്സ്യബന്ധന ബോട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മുനമ്പത്ത് നിന്ന് അവിടെ താമസിക്കുന്ന ആളുകൾ മൊത്തം മാറ്റപ്പെട്ടാൽ അതൊരു വിജനമായ സ്ഥലമാകും. ഈ കോസ്റ്റൽ ഏരിയ രാജ്യവിരുദ്ധ ശക്തികൾക്ക് വലിയ താല്പര്യമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ചെറായിക്കപ്പുറത്ത് കടലിൽ നമ്മുടെ എണ്ണ കടലിൽ കൊണ്ടുവന്ന് SPM എന്ന മറ്റാണ് കടലിൽ നിന്ന് തന്നെ എണ്ണ പമ്പ് ചെയ്ത് റിഫൈനറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ കൃത്യം പേര് ഞാൻ മറന്നുപോയി. അത് 20 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയുമായി ചേർന്നിട്ടാണ് മുനമ്പം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മുനമ്പത്ത് വഖഫ് ഭൂമിയുടെ പേരിൽ ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ള സമരത്തിൻ്റെ പിന്നിൽ ഇത്തരം രാജ്യവിരുദ്ധമായ, ഇന്ത്യക്കെതിരായ ചില രാജ്യാന്തര ശക്തികളുടെയും ടെററിസ്റ്റുകളുടെയും താല്പര്യമുണ്ടെന്നുള്ള കഥ ഈ സമരകാലം മുതലേ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ പാകിസ്ഥാൻ ബോട്ട് മുനമ്പം ഹാർബർ വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഹാർബറാണ്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കുറവാണ്. അവിടെ എങ്ങനെ ബംഗ്ലാദേശിൽ നിന്നുള്ള 27 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നത് വല്ലാതെ സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഇവരുടെ കയ്യിൽ വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. വ്യാജ ആധാർ കാർഡുകളുടെ നിർമ്മാണ ഫാക്ടറികൾ ഒരുപാടുള്ള സ്ഥലമാണ് പശ്ചിമ ബംഗാൾ. ഇപ്പോൾ സൈഫ് അലി ഖാൻ്റെ കേസിൽ തന്നെ അയാൾക്ക് ഈ വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ, സിം കാർഡുകൾ എല്ലാം ബംഗാളിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവര് വന്നിട്ട് 3 മാസമേ ആയുള്ളൂ എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോലീസ് അത് വിശ്വസിക്കുന്നില്ല. ആ 3 മാസത്തിൻ്റെ കഥ വ്യാജമായിരിക്കും എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ക്രിമിനൽ പ്രവൃത്തികളിൽ ഈ ബംഗ്ലാദേശികൾ ഇവിടെ എത്തുന്നവർ ഏർപ്പെടുന്നു എന്ന് വിവരം കിട്ടിയിട്ട് എന്താണ് ഓപ്പറേഷൻ റൂറൽ ക്ലീൻ എന്ന് പറഞ്ഞൊരു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ബംഗ്ലാദേശികളെ തൂത്തുവാരിയെടുക്കാൻ. അപ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ താല്പര്യമൊക്കെ ഉണ്ട് ഈ ബംഗ്ലാദേശികളെ ഇവിടെ ആധാരമൊക്കെ കൊടുത്ത് റേഷൻ കാർഡും കൊടുത്ത്. ഒരു ബംഗാളിക്ക് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്, ലൈഫിൽ വീട് വരെ കൊടുത്തിട്ടുണ്ട്. ATUC പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയനുകൾ അവരെ ഇവിടുത്തെ വോട്ടർമാരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പക്ഷേ ഒരു വലിയ ഡ്രൈവ് നടത്തി ഇവരെ പിടിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ കേരളം മുഴുവൻ പരിശോധന നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആലുവയിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ പറവൂരിൻ്റെ അടുത്ത് ചില മേഖലകളിലൊക്കെ ഇവർ കൂട്ടത്തോടെ ബംഗ്ലാദേശികൾ താമസിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. വടക്കൻ പറവൂരിൽ അവർക്കാരാണ് താമസ സൗകര്യം ഒരുക്കി കൊടുത്തത്. ഈയിടെ ആകെ 34 പേരെ പിടിച്ചതായിട്ട് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവരെന്തിനായിരിക്കും മുനമ്പത്ത് വന്നത്? അതെ, മുനമ്പം എന്ന് പറയുന്നത് അത് രാജ്യാന്തരമായ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പിന്നിൽ രാജ്യാന്തര പദ്ധതി ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് അറിയാത്ത പോലെയാണ് ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ മുനമ്പത്ത്
ഇപ്പോൾ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും തന്നെ താല്പര്യം ഇത് വഖഫ് ഭൂമി അല്ല എന്നവർ പറയുന്നില്ലല്ലോ. ഇത് വഖഫ് ഭൂമിയാണ്, പക്ഷേ ഇവരവിടെ താമസിച്ചോട്ടെ എന്നുള്ള മട്ടിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വർഷങ്ങളായി ഈ ഒരു വോട്ട് ബാങ്കിനെ ലക്ഷ്യം വച്ചിട്ടാണ് ഇവരുടെയൊക്കെ പ്രവർത്തനം. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഈ ഛിദ്രശക്തികൾ എന്നൊക്കെ പറയുമല്ലോ, ബംഗ്ലാദേശ് ഒരു ആഗോള ഗൂഢാലോചനയുടെ ഒക്കെ ഭാഗമായിട്ടാണ് പല സ്ഥലത്തും കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. എന്നോട് വളരെ ആസാം ഒരാൾ പറഞ്ഞൊരു സംഭവം കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറയാം. അതായത് ആസാമിലെ കാര്യം പറയണം. അതായത് കേരളത്തിലെ തെരുവ് കച്ചവടക്കാർ, കരിക്ക് വെട്ടുന്നവർ വിൽക്കുന്നവർ മുതൽ ഉള്ള ആൾ, കരിക്ക് വെട്ടുന്നവരുടെ കയ്യിൽ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. കച്ചവടക്കാർ, ഫ്രൂട്ട്സ് കച്ചവടക്കാർ, ഹോട്ടലുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ 100 കണക്കിന് നോർത്ത് ഇന്ത്യൻസ്, ബംഗാളിൽ നിന്ന് നമ്മൾ വിളിക്കും, എല്ലാവരെയും ചേർത്ത് ബംഗാളി, മദ്രാസിൽ നിന്ന് വിളിക്കുന്ന പോലെ ബംഗാളിൽ നിന്ന് വിളിക്കും. ഇതിൽ നല്ല ശതമാനം ബംഗ്ലാദേശികൾ ഉണ്ടാവാം, റോഹിംഗ്യൻസ് ഉണ്ടാവാം. പക്ഷേ ഇവരെയൊക്കെ കോർത്തിണക്കി തദ്ദേശീയമായി ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടെന്നാണ് പറയുന്നത്. അവരിൽ മഹാഭൂരിപക്ഷം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ബംഗാളിൽ നിന്നാണെങ്കിലും ആസാമിൽ നിന്നാണെങ്കിലും എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തു വരുന്നവരിൽ മഹാഭൂരിപക്ഷം ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാവുന്നത്? ഇതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ പ്രഗത് എന്ന് പറഞ്ഞ ഒരെണ്ണം നടപ്പാക്കുന്നുണ്ട്. നമ്മുടെ സർക്കാർ, മോദി സർക്കാരാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലും ഈ ആളുകളെ പിടിക്കാനായിട്ടൊരു സംഘമുണ്ട്. ആ സംഘവും കൂടി ഇവിടുത്തെ ലോക്കൽ പോലീസ് മാത്രമല്ല ഈ 27 പേര് പിടിച്ചിരിക്കുന്നത്, ആ STF-ഉം കൂടി ഇതിൻ്റെ ഭാഗമാണ്. സ്പെഷ്യൽ ഫോഴ്സും കൂടി ചേർന്നാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ വിവരം കിട്ടിയിരിക്കുന്നത് ലോക്കലാകണം എന്നില്ല. മുനമ്പത്ത് നിന്ന് ആളുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച ചോദ്യം സാർ ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്ന ബഹുഭൂരിപക്ഷം ഈ അതിഥി തൊഴിലാളികളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം മഹാഭൂരിപക്ഷം ആവുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഈ പ്രത്യേക ഓപ്പറേഷൻ അത് ഇനി വരുന്നത് ഈ അൻസറുള്ള ബംഗ്ല, അതിൻ്റെ ചീഫ് ജസീമുദ്ദീൻ റഹ്മാനിയെ അടുത്ത കാലത്ത് മോചിപ്പിച്ചിരുന്നു ബംഗ്ലാദേശിൽ നിന്ന്. മോചിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇയാൾക്ക് പല സ്ഥലത്തുള്ള ഏജൻറ്റുമാരെ വെച്ചിട്ടും പിന്നെ ഏജൻറ്റുമാരെ ഈ അനധികൃതമായിട്ട് അതിർത്തി കടത്തി ഇങ്ങോട്ട് വിട്ടും പല സ്ഥലത്തും സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുന്നുണ്ട്. സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം പശ്ചിമ ബംഗാളാണ്. അത് കഴിഞ്ഞിട്ട് അവർ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ബംഗ്ലാദേശ് പൗരനായ മറ്റേ സാദ് റാദി എന്ന് പറഞ്ഞ ആളെ കാസർഗോഡ് നിന്ന് പിടിച്ചു. നമ്മളത് ഒരു വീഡിയോ ചെയ്തിരുന്നു. സാദ് റാദി ബംഗ്ലാദേശ് ആസാം പോലീസ് ഒന്ന് പിടിച്ചോണ്ടുപോയി. അതെ, ആസാം പോലീസും കേരളത്തിലെ ഈ സംഘവും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. പക്ഷേ ഈ സാദ് റാദി എന്ന് പറഞ്ഞ ആളെ അയച്ചത് ഈ ജസീമുദ്ദീൻ റഹ്മാനിയാണ്. അപ്പോൾ സാദ് റാദി എന്ന് പറഞ്ഞ ആൾ ബംഗാളിൽ നാദിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നടന്ന സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കിയ ശേഷം പിന്നെ അയാൾ വന്ന സ്ഥലം കേരളമാണ്. അപ്പോൾ ബംഗ്ലാദേശികൾക്ക് സ്ലീപ്പർ സെല്ല് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് അവർ കേരളത്തിനെ സെലക്ട് ചെയ്യുന്നു. അതിന് പെട്ടെന്നൊരു ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന ഒരു വർഷം മുമ്പ് രാത്രിയിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധനമൊക്കെ ആയി ബന്ധപ്പെട്ട് രാത്രിയിൽ എറണാകുളത്ത് രാത്രി 1.5 മണിക്കൂർ പ്രകടനം നടന്നു. ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. മഹാഭൂരിപക്ഷവും അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. ഇവരുടെ ആഹ്വാനപ്രകാരം പ്രതിഷേധ പ്രകടനം, ആ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തതിൽ ഭൂരിപക്ഷവും ഹിന്ദി സംസാരിക്കുന്ന ആളുകളായിരുന്നു. എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ മെസ്സേജ്, നിങ്ങളെല്ലാവരും ജോസ് ജംഗ്ഷനിൽ വരൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടടക്കി വരികയാണ്. നോക്കൂ, അതിൻ്റെ അപകടം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു മെസ്സേജ് വരികയാണ്, നിങ്ങളെല്ലാവരും ആയുധങ്ങളെടുത്ത് നിങ്ങളുടെ പ്രദേശത്തേക്ക് ഇറങ്ങുക, കാണുന്നവനെയൊക്കെ വെട്ടുക എന്ന് പറഞ്ഞാൽ നടക്കില്ലേ? എന്നിട്ട് അടുത്ത ട്രെയിൻ കയറിയവർ ഇവരുടെ രാജ്യത്തേക്ക് ബംഗ്ലാദേശിലേക്ക് പോകും. അങ്ങനെ ഇവരെ ഉപയോഗിച്ച് ഈ 1921 വലിയ ഒരു കൂട്ടക്കൊല വേണമെങ്കിൽ കേരളത്തിൽ നടന്നു. ഈ ടെലഗ്രാം ചാനലൊക്കെ വഴി ഈ റഹ്മാനി ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ റഹ്മാനിയാണ് നമ്മളൊരിക്കൽ ഇവിടെ ചർച്ച ചെയ്തതാണ്. ഇയാളാണ് നമ്മുടെ സിലിഗുരി കോറിഡോർ ഞങ്ങൾ പിടിച്ചെടുക്കും, വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചൈനയെ ഇടപെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മോചിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പ്രസംഗിച്ചത് ബംഗ്ലാദേശിൽ ധാക്കയിൽ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ ഒരു വാട്സാപ്പ് മെസ്സേജ് വഴി ഒരു സന്ദേശം കൊടുത്ത് ആളുകളെ ഇറക്കി തദ്ദേശവാസികളെ കൊല്ലാൻ പറഞ്ഞാൽ ഇവർ
ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് വെറുതെ പറഞ്ഞല്ല. ബംഗ്ലാദേശിൽ അതാണെന്നത് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി മെസ്സേജ് കൊടുത്തിട്ട് നിങ്ങൾ 500 പേർ ഇന്നിടത്തേക്ക് പോവുക, 500 പേർ ഇന്നവരെ വെട്ടുക എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുത്തിട്ടാണ് ബംഗ്ലാദേശിൽ ഒരു സർക്കാരിനെ അട്ടിമറിച്ചത്. അതെ, അങ്ങനെയാണ്. അപ്പോൾ ഇയാൾ ഈ മുർഷിദാബാദ്, ജൽപായ്ഗുഡി, ഫലാക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മൊഡ്യൂൾ ഉണ്ടാക്കിയിരുന്നു ഈ വന്നയാൾ. അയാളെയാണ് ഈ കുറേ പേര്, ഇപ്പോൾ 15 പേരോളം ആളുകളെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ സ്ലീപ്പർ സെല്ലുകൾ ഓരോ സ്ഥലത്ത് ഉണ്ടാക്കുമ്പോൾ അതിന് ഇന്ന സ്ഥലങ്ങളിൽ പോയി താമസിക്കുക എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കേരളത്തിൽ കുഴപ്പം പിടിച്ചൊരു സ്ഥലമായിട്ട് കരുതുന്ന സ്ഥലം മുനമ്പം, അവിടെ നമ്മുടെ 10 ആളിരിക്കട്ടെ അല്ലേ, നമ്മുടെ വഖഫാണല്ലോ. അതിന് വേണ്ടി വന്നാൽ വഖഫിനെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ കുറച്ച് ആളുകൾ ഇരിക്കട്ടെ. വേണ്ടി വന്നാൽ നമുക്ക് ഒരു മെസ്സേജ് വഴി, ഒരു വാട്സാപ്പ് മെസ്സേജ് കൊടുത്താൽ ഈ സമരക്കാരെ വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യാനും ഉപയോഗിക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. സ്ലീപ്പർ സെല്ലുകൾ അതും ചെയ്യാം. അത് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അടുത്ത കാലത്ത് കശ്മീരിൽ നിന്ന്, പ്രത്യേകിച്ച് ജമ്മുവിൽ നിന്ന്, ഹിന്ദുക്കളുടെ സ്ഥലമാണല്ലോ ഈ ജമ്മുവിൽ നിന്ന് ഇവരെയൊക്കെ പിടിച്ചിരുന്നല്ലോ. ഇവരെ കൊണ്ട് താമസിപ്പിക്കുന്നത് ചില NGOകളാണെന്നും കണ്ടെത്തിയിരുന്നു. ഇങ്ങനെയും ചില NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇവരെയൊക്കെ മറ്റേ പൊറപ്പിക്കുന്ന ആളാണല്ലോ ഈ സോറോസിനെ പോലുള്ള രാജ്യാന്തര. ഇപ്പോൾ ഒരു സോറോസ്, അലക്സാണ്ടർ സോറോസ് ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം പോയില്ലേ, നിങ്ങൾക്ക് അമേരിക്ക പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതല്ല സാർ, ഞാൻ ആലോചിക്കുന്നത് മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വളരെ സമാധാനപരമായി അവരുടെ സഹന സമരം നടത്തിക്കൊണ്ടിരിക്കുക. അവിടേക്ക് ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറി അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ആ സമരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ പിന്തുണ ഇല്ലാണ്ടാവും, സിമ്പതി ഇല്ലാണ്ടാവും. അങ്ങനെ ഒരു ശ്രമം കൂടി ബംഗ്ലാദേശികളെ മുനമ്പത്ത് പ്ലാന്റ് ചെയ്യുന്നതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കാതെ തരമില്ല. നമ്മൾ ഈ ഓരോരോ കാര്യം നമ്മൾ സത്യത്തിൽ ഈ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തതാണ്. ഇത് പല വർഷങ്ങളിലുള്ള ആസൂത്രണവും ഗൂഢാലോചനയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും പുറകിലുള്ളത്. ഈ വഖഫ് നിയമ ഭേദഗതി, അതായത് ഇന്ത്യ 2047 ആവുമ്പോൾ ഇസ്ലാമിക രാജ്യമാവുക, അതിനെന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ രോഹിംഗ്യകൾ ഇഷ്ടം പോലെ വന്ന് കൂടുന്നുണ്ട്. മ്യാൻമാറിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ടു. അവിടെ അവരെ പാർപ്പിക്കാനോ അതിനൊന്നുമുള്ള വകുപ്പൊന്നും അവിടെ ഇല്ല. പിന്നെ ഈ മേഘാലയയിൽ നിന്ന് പുഴ കടത്തി വിടുക, ബംഗ്ലാദേശ് അതിർത്തി കടത്തി വിടുക, ഇവിടെ കേരളത്തിലേക്ക് വിടുക, ഇതൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം ഉണർന്ന് ഒരു ഓപ്പറേഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവരെ മുനമ്പത്ത് പിടിച്ചിട്ടുള്ളതെന്നാണ് കരുതുന്നത്. അതെ അതെ, അത് കേരളം പിടിച്ചില്ലെങ്കിൽ വേറെ ആളുകളൊന്നും പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരാൾ ട്രെയിനിൽ മറ്റേ മണ്ണെണ്ണ കൊണ്ട് കത്തിക്കുന്നതൊക്കെയാണെന്നാണല്ലോ നമ്മൾ കേട്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറകിലുള്ള ആരെയും പിടിക്കില്ലല്ലോ. പുറകിൽ ഉണ്ട് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണെങ്കിലും പിടിക്കില്ല. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അതിൻ്റെ പേരിൽ അത് ഭീകരബന്ധമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ IG-യെ സസ്പെൻഡ് ചെയ്ത നാടാണിത്. ഏതായാലും മുനമ്പത്ത് ബംഗ്ലാദേശികൾ ഉണ്ടായിരുന്നു, 27 പേർ പിടിയിലായി എന്നുള്ള വാർത്ത വല്ലാത്ത ആശങ്ക ഉണർത്തുന്നുണ്ട്. അത് മുനമ്പംകാർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ കേരളം ഒട്ടാകെ ഇതിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. കാരണം റഹ്മാനി അയച്ച ആളെ പിടിച്ചത് കേരളത്തിൽ നിന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.